1980-കളിൽ ഏറെ താരപരിവേഷമുള്ള നടനായിരുന്നു ശങ്കർ. മലയാളത്തിലും തമിഴിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒരു തലേ രാഗം എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പമാണ് ശങ്കർ മലയാളത്തിൽ എത്തുന്നത്. ആ കാലത്ത് മോഹൻലാലും ശങ്കറും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളൊക്കെ മലയാളത്തിൽ വിജയം സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ഒരു തലേ രാഗം, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്നീ സിനിമകളെക്കുറിച്ച് പറയുകയാണ് ശങ്കർ. എഡിറ്റോറിയൽ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ ഇറങ്ങിയ സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സിനിമ വന്നിട്ട് രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴേക്കും 6 തിയേറ്ററുകളിൽ നിന്നും പടം എടുത്തു കളഞ്ഞു. കാണാൻ ആളുകൾ ഇല്ലാത്തതിനാലായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷേ ആ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞതും സിനിമ കേറി തുടങ്ങി. അതോടെ തിയേറ്ററുകാർ വന്ന് പടം വീണ്ടെടുത്തു. പക്ഷേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ പിന്നിൽ വലിയൊരു ബാനർ ഉണ്ടായിരുന്നു. നവോദയ പ്രൊഡക്ഷൻസ് ആണ് അന്ന് ആ സിനിമ ചെയ്തത്. എന്നാൽ എന്റെ ആദ്യ സിനിമയായ ഒരു തലേ രാഗം അങ്ങനെ ആയിരുന്നില്ല. അന്ന് ആ സിനിമയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതിന്റെ പോസ്റ്ററുകൾ കണ്ടാൽ ആ പടത്തിന് ആരും കേറില്ലായിരുന്നു. അത്രയും ഫണ്ട് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് 20 വയസ്സായിരുന്നു, ശങ്കർ പറഞ്ഞു.